ഹായ്, വെൽക്കം ടു സോൾട്ട് മാംഗോ പിക്കിൾ. ഞാൻ വിസ്മയ. ഞാൻ സന്ധ്യ. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം പുതുപുത്തൻ വിഭവങ്ങളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ചില പേഴ്സണൽ റീസൺസ് ആണ് ഞങ്ങൾക്ക് ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇതേ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിഷ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയും ചിക്കൻ കടായും ആണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പൊറോട്ടയ്ക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ 3/4 കിലോ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുട്ട 1 പഞ്ചസാര 1 ടീസ്പൂൺ, ഓയിൽ ആവശ്യത്തിന്. ഇനി നമുക്ക് ചിക്കൻ കടായിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ പ്യൂരി, തൈര് 5 ടേബിൾ സ്പൂൺ, ചിക്കൻ 3/4 കിലോ, ഗരം മസാല 3 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2.5 ടേബിൾ സ്പൂൺ, ഓയിൽ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യമേ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കണം. ആ മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മസാല ഒരുപാട് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് തൈരൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട മസാല, ഇതുപോലെ ഈ ഒരു പരുവത്തിനാക്കി എടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലക്കൂട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ചിക്കനെല്ലാം നേരത്തെ വരഞ്ഞു വെച്ചിരുന്നതാണ്. അങ്ങനെ മസാലയെല്ലാം ഞാൻ ചിക്കനിലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്യുവാണ്. അങ്ങനെ ഇവിടെ ചിക്കനെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. കടായി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം. അങ്ങനെ ഇവിടെ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് കളയാൻ പാടില്ല, അത് നമ്മൾ കറിക്ക് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് ഈ ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെക്കാം. ആ ചിക്കൻ സ്റ്റോക്ക് എല്ലാം മാറ്റിയിട്ട് അതേ കടായിലോട്ട് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 നുള്ള് ഉപ്പാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് സവാള നല്ലോണം വാടി വരുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അങ്ങനെ സവാള നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ ആ പച്ച മണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ, പൊടിയെല്ലാം നല്ലോണം മൂത്ത് വരുന്ന ആ ഒരു മണം കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളി പുഴുങ്ങി തൊലി കളഞ്ഞ് തണുപ്പിച്ച് മിക്സിയിലിട്ട് അടിച്ച് പ്യൂരി ആക്കിയതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെക്കാം. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് 2 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി ഇത് അടച്ചു വെക്കാം. അങ്ങനെ എല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് പറ്റി വരാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ എല്ലാം ഒന്ന് നല്ലോണം പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ആ ഫ്ലേവർ എല്ലാം ഒന്ന് നല്ലോണം പിടിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കാം. 1 മിനിറ്റ് മതിയാകും. അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ 3/4 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട്
ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്ത മാവ് കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഇതുപോലെ കുഴച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മേലേക്ക് നല്ലതുപോലെ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി കുറഞ്ഞത് ഒരു 1.5 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നല്ലതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോരോ ബോൾസിന് വേണ്ടി കട്ട് ചെയ്യാം. ഓരോന്നും എടുത്ത് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബോൾസിൻ്റെ മുകളിലോട്ട് നമുക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞുമ്മ എല്ലാ ബോൾസിലും എണ്ണയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ബോൾസ് ആയിട്ട് എടുത്ത് പൊറോട്ടയ്ക്ക് വേണ്ടി നല്ലോണം പരത്തിയെടുക്കാം. ഓരോ ബോൾസ് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ എടുത്ത് കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് അമർത്തി കൊടുത്ത് വലുതാക്കി എടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ പരത്തി എടുക്കാം. അങ്ങനെ ഇതുപോലെ നല്ലോണം പരത്തി എടുത്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ച് ഇതുപോലെ നടുക്കൂടെ ഒന്ന് കീറി കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഇങ്ങനെ കീറി കൊടുക്കാം. ഇങ്ങനെ കീറി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പൊറോട്ടയ്ക്ക് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ 2 സൈഡും കീറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് 2 കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഒരുമിച്ചാക്കണം. അതുപോലെ തന്നെ അപ്പുറത്ത് ഇതുപോലെ അടിച്ചടിച്ച് ഒരുമിച്ചാക്കണം. എന്നിട്ട് ഒരുമിച്ചാക്കിയതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് എടുക്കണം. റോൾ ചെയ്തിട്ട് അവസാനം വരുന്ന ആ ലാസ്റ്റ് എൻഡ് അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അതുപോലെ തന്നെ അടുത്തതിന് ഇതുപോലെ ചെയ്യണം. അങ്ങനെ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ചുരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, കാരണം നമ്മുടെ പൊറോട്ടയുടെ ലെയേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പെതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം.
അങ്ങനെ ഞാൻ എല്ലാ ബോൾസും അവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അങ്ങനെ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോരോ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ഇടയ്ക്ക് ചെറുതായിട്ട് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഓരോ പൊറോട്ട ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഒരു 5-6 പൊറോട്ട നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒരു 5 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കാം. ലെയർ വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. ആ ചൂടോടെ തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം, എന്നാലേ പൊറോട്ടയുടെ ലെയർ വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പൊറോട്ട അടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അനിയനെ ഒന്ന് വിളിച്ചായിരുന്നു. അവൻ എനിക്ക് വേണ്ടി സഹായിച്ചു തന്നുകൊണ്ടിരിക്കുക. കയ്യിൽ കുറച്ച് എണ്ണ തൂവി ഇതുപോലെ അടിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ പൊറോട്ടയുടെ ലെയർ നല്ലോണം വിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് രണ്ടും സെർവ് ചെയ്യാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിൻ്റെ ഒപ്പം ചിക്കൻ കടായും കൂടെ ആകുമ്പോൾ അടിപൊളി കോമ്പിനേഷനാണ്. വളരെ നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.